പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ 2021 തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ്. 2021 നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പേരിട്ടതിന് വിദ്യാകിരണം എന്ന പേരാക്കി മാറ്റി എന്ന് മാത്രം. നടപ്പാക്കിയതെല്ലാം ഒരേ പദ്ധതിയായിരുന്നു. ഇത് വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും യശസ്സോടെ ഉയർന്നു നിന്ന ഒന്നായിരുന്നു ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് 1957 ഗവൺമെൻറ് തന്നെ ഗ്രാമങ്ങൾ തോറും ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്ന ധാരണയിൽ നല്ലതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നിരവധി എണ്ണം സ്ഥാപിക്കാൻ തയ്യാറായിരുന്നു. തുടർന്ന് ആരോഗ്യ മേഖല വലിയ തോതിൽ ശക്തിപ്പെട്ടു വന്നു. പക്ഷേ 2016 ആയപ്പോൾ വലിയ തകർച്ച ആരോഗ്യരംഗത്തിനുണ്ടായി. അതിൻ്റെ ഭാഗമായി ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, നഴ്സുമാരും സ്റ്റാഫും ഇല്ലാത്ത അവസ്ഥ, മരുന്നും ആശുപത്രിയിൽ വേണ്ട മറ്റ് സജ്ജീകരണങ്ങളും ഇല്ലാത്ത അവസ്ഥ, വല്ലാത്തൊരു തകർച്ചയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം കൂപ്പുകുത്തി. LDF ആ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യരംഗത്തിൻ്റെ ഉന്നതി ലക്ഷ്യമായി കാണുകയുണ്ടായി. അതിൻ്റെ ഫലമായി ആർദ്രം മിഷൻ LDF സർക്കാർ പ്രഖ്യാപിച്ചു. വലിയ മാറ്റം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ സൗകര്യങ്ങളൊരുക്കി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ വന്നു. ഇതിനിടയിലാണ് നമുക്ക് കോവിഡിനെ നേരിടേണ്ടി വന്നത്. കോവിഡ് വന്നപ്പോൾ ലോകമാകെ അതിനു മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. ലോകത്തെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു. കാരണം കോവിഡിൻ്റെ മൂർധന്യദശയിലും നാം കേരളം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നു.